الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഖുർആനിൽ ഇറക്കപ്പെട്ട സൂറത്തുകളുടെ കൂട്ടത്തിൽ അവസാനത്തെ സൂറത്താണ് ഇദാ ജാഅ നസ്റുല്ലാഹ്. നമുക്ക് കാണുമ്പോ റബ്ബിന്നാസാണ് അവസാനം, എഴുത്തിലാണ് അവസാനമായിട്ട് ഇറക്കപ്പെട്ട സൂറത്ത്. അത് സൂറത്തുൻ നസ്റാണ്. ഈ നസ്ർ സൂറത്ത് ഇറങ്ങിയതിന്റെ ശേഷം പിന്നെ ഒരേ ഒരു ആയത്തെ ഇറങ്ങിയിട്ടുണ്ട് അവസാനം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഖുർആനിൽ ഇറക്കപ്പെട്ട അവസാനത്തെ ആയത്ത്, അവസാനത്തെ ആയത്ത് അൽയൗമ അക്മൽതു ലക്കും. അതാണ് അവസാനത്തെ സൂറത്താണ് സൂറത്തുൻ നസ്ർ. പാരായണം ചെയ്ത ആ സൂറത്ത് പ്രിയമുള്ള സൂറത്താണ്. അപ്പോ സൂറത്തുൽ കാഫിറൂന്റെ മഹത്വം പറഞ്ഞത് തഅദീലു റുബുഅൽ ഖുർആൻ. അതുപോലെയാണ് സൂറത്തുൻ നസ്ർ. അത് തഅദീലു റുബുഅൽ ഖുർആൻ, ഖുർആനിന്റെ 4/1 കടപിടിക്കുന്നു. അപ്പൊ 4 പ്രാവശ്യം ഈ സൂറത്തുൻ നസ്ർ ഓതിയാൽ ഒരു ഖത്തം ഓതിയം തീർത്തതിന്റെ പ്രതിഫലം കിട്ടുന്നു. 4 ഭാഗത്തിനോട് കടപിടിക്കുമ്പോൾ 4 പ്രാവശ്യം ഓതിയാൽ ഒരു ഖത്തം ഓതിയതിന്റെ സവാബ് കിട്ടാൻ കാരണമാകുന്ന ഒന്നാണ്. അത്രല്ല, പ്രദേശകാലങ്ങളിലോ സുന്നത്തിസ്കാരങ്ങളിലോ ഇത് പതിവായിട്ട് ഒരാൾ ഓതുന്നുണ്ടെങ്കിൽ അയാൾക്ക് ശത്രുക്കളുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ശത്രുക്കളുടെ ഒരു ഇടങ്ങേറും അയാളുടെ ജീവിതത്തിൽ ബാധിക്കൂല. അപ്പൊ അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഈ ചെറിയ സൂറത്തിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാവട്ടെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഇദാ ജാഅ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം വന്നാൽ, വൽ ഫത്ഹ്, ഫത്ഹ് വന്നാൽ. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം. അതിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനം പറയുന്നത് നമ്മുടെ ഹൃദയം തുറന്നു കിട്ടുന്ന ഒരു അവസ്ഥ വന്നാൽ, നമ്മുടെ ഹൃദയം ഓരോരുത്തരും ഹൃദയം മൂടി കിടക്കുക, അതിനൊരു ഒരു തുറക്കൽ, ഹൃദയത്തിന്റെ ഒരു തുറക്കൽ അത് വന്നാൽ എന്ന് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞ ഒരുപാട് മുഫസ്സിരീങ്ങൾ. അപ്പോ നാം ഓരോരുത്തരും ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഇബാദത്ത് എല്ലാവരും ചെയ്യുന്നു. പക്ഷെ ഇബാദത്തും ഉബൂദിയ്യത്തും അത് രണ്ടും രണ്ടാണ്. ഉബൂദിയ്യത്ത് എന്നത് നമ്മുടെ ജീവിതത്തിലില്ല, ഇബാദത്ത് എന്നത് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഉബൂദിയ്യത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമയാണ് എന്ന ചിന്തയോട് ജീവിക്കുന്ന ഒരു നിലപാട്. അതാരും കാണുന്നത് അതില്ലാത്ത കാലമാണ്. ഇബാദത്ത് വരാൻ, ഇബാദത്ത് എല്ലാവർക്കും നിസ്കരിക്കാറുണ്ട്, നോമ്പുണ്ട്, എല്ലാം. പക്ഷെ ഉബൂദിയ്യത്ത് എല്ലാ സമയങ്ങളിലും ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമയാണ്, ഞാൻ ആരുമല്ല, ഞാൻ അള്ളാഹുവിന്റെ ഒരു നിസാരനായ ഒരു അടിമയാണ്, എന്റെ റബ്ബാനാണ്, അള്ളാഹുവാണ്. അത് എല്ലാ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും. അപ്പൊ അതിന് അവസരം കിട്ടിയ ഒരേ ഒരു വ്യക്തിത്വമാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്തും ഉബൂദിയ്യത്തും രണ്ടിനും അവസരം കിട്ടിയ മഹാനാണ്. അതുകൊണ്ടാണല്ലോ ഹബീബായ തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള ആൾ, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും മനസ്സിലാക്കിയ ആള് അത് ഞാനാണ്, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എത്ര ഇബാദത്തെടുത്താലും എന്ത് ചെയ്താലും ഹബീബായ തങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ നമുക്ക് ആർക്കും കഴിയുള്ളൂ. അപ്പോ നാം ചെയ്യുന്ന ഇബാദത്തിൽ ഒരു രസം എന്നത് നമുക്ക് ബിരിയാണിക്ക് ടേസ്റ്റ് പറയാൻ നമുക്ക് കഴിയും. ബിരിയാണി അങ്ങനെ, മന്തി അങ്ങനെ, പൊരിച്ചതെങ്ങനെ, കായ്ച്ചതെങ്ങനെ, അതിന്റെ ടേസ്റ്റ് ഒക്കെ നമുക്ക് പറയാനും അത് അനുഭവിക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ ഇബാദത്തിന്റെ ഒരു മാധുര്യം എന്നത് ഉണ്ട്, അത് ചിലപ്പോ നമുക്ക് അനുഭവിക്കാൻ കഴിയും. എല്ലാവരും അങ്ങനെയാണ്, സെയിം ടു എല്ലാവരും. എങ്ങനെ നിസ്കരിക്കുന്ന സമയമാകുമ്പോൾ അതിനൊരു ആ ഒരു ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്നു എന്നല്ലാതെ നിസ്കാരത്തിന് കിട്ടേണ്ട ഒരു മാധുര്യം, ഖുർആനിന് കിട്ടേണ്ട ഒരു മാധുര്യം അത് നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് നമ്മുടെ മൊബൈലിലൂടെ എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ മറ്റൊന്ന് കാണുമ്പോൾ അതിന്റെ മാധുര്യം നാം അനുഭവിക്കണം. അതുകൊണ്ടല്ലേ ഇപ്പോ ഷോർട്ട് വീഡിയോന്റെ കാലത്ത് നമ്മുടെ മക്കളുടെ മൊബൈൽ കൊടുത്താൽ രാവിലെ മുതൽ ഉച്ചവരെ ഇരുന്നാലും അവർക്ക് മതിയായി എന്നില്ല. ഇത് കാരണം അതിന്റെ മാധുര്യമാണ്, അതൊരു മാധുര്യമാണ്. അത് അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നെ എന്തും വേണ്ട, പസിയില്ല, വെള്ളം വേണ്ട, വർക്ക് വേണ്ട. നല്ല വർക്കിന്റെ ആ സമയത്ത് പോലെ നമ്മുടെ കയ്യിൽ മൊബൈൽ കിട്ടിയാലോ സുബ്ഹാനല്ലാഹ് സമയം പോയതേ അറിയുന്നില്ല, വർക്കെല്ലാം പോയി. അതിന്റെ മാധുര്യതയാണ്. അപ്പോ അതുപോലെ നിസ്കാരത്തിൽ മാധുര്യം കണ്ട മഹാന്മാരുണ്ടായിരുന്നു, ഖുർആനിൽ മാധുര്യം കണ്ട മഹാന്മാരുണ്ടായിരുന്നു. എങ്ങനെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ദിവസത്തിൽ ഒരു ഖത്തം ഓതി തീർത്തു? എങ്ങനെ ഓതി തീർത്തു? ഇതിന്റെ മാധുര്യത കിട്ടിയത് കൊണ്ടാണ്. ഖുർആനിനെ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പൊ മൊബൈൽ കിട്ടിയത് പോലെ ആയിരിക്കും അവരുടെ കയ്യിൽ ഖുർആൻ കിട്ടിയാൽ ഓതിയാലും തീർന്നില്ല, ഓതിയാലും മതിയുന്നില്ല. വിനോദം യമല്ല. എപ്പോൾ ആ പേര് വന്ന ആ ജുസി എത്തിയ ആ ഞമ്മ കണക്കാക്കിയ ആയത്തിന്റെ നമ്പർ എത്തിയ ഇങ്ങനെ കണക്കാക്കിയില്ല, ഞമ്മടെ എത്തിയ ഞമ്മ കണക്കാക്കിയിട്ടുണ്ടോ ഇനി ഇത്ര പേര് ഓതണം, അത് എത്തിയ തുടക്കത്തിൽ തന്നെ നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. ചില ആളുകൾക്ക് നിസ്കാരത്തിൽ മാധുര്യം കിട്ടിയ ആളുകളുണ്ടോ? എന്നാൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഇബാദത്താണ് സ്വതന്ത്രം.
ഈ സ്വതക്കം കൊടുത്തിട്ട് അതിലൊരു മാധുര്യം കിട്ടിയ ആളുകൾ, അതിന്റെ ലബ്ധത്തെ രസം കിട്ടിയ ആളുകളുണ്ട്. നമ്മൾ സ്വതക്കം കൊടുക്കുന്നത് ഇടങ്ങേറായിട്ടാണ്. ഇവിടെ പള്ളിക്ക് വേണ്ടി തിരിയുമ്പോ പ്രസിഡന്റ് വിളിക്കുന്നതും കഴിഞ്ഞില്ല, സെക്രട്ടറി ഒരുപാട് ചോരന്നെ ഉച്ചക്ക് വിളിക്കുന്നത്, രാത്രി വിളിക്കുന്നത്, ഇതൊരു ഇടങ്ങേറി തീരട്ടെന്ന് പറഞ്ഞിട്ട് പറയുകയോ അല്ലെ. ഏതെങ്കിലും നമ്മളെ പോലെ ഒരു വീട്ടിലേക്ക് ഒരു യാചകൻ വന്നാൽ, ഒരു ചോദിക്കുന്ന ആൾ വന്നാൽ ഓന്റെ ഇടങ്ങേറി തീരാൻ വേണ്ടിയിട്ട് ഒരു പത്രം തരും. നമ്മുടെ അവസ്ഥ സ്വതക്കം കൊടുത്തിട്ട് അതിന്റെ ഒരു മാധുര്യം കിട്ടിയ ആളുകൾ ആരുണ്ട്? എല്ലാം ഇങ്ങനെ വളരെ കുറവാണ്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്ന എന്ന പേരുള്ള മഹാനാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു ചരിത്രം കാണാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലം രോഗിയായി കിടക്കുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവിടുത്തെ ശിഷ്യനായ നാഫി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ഒരു ആഗ്രഹം പറഞ്ഞു. എന്താ ആഗ്രഹം? നാഫി, എനിക്കൊന്ന് മീൻ കഴിക്കാനുള്ള ആഗ്രഹം. മീനൊന്ന് വയ്ക്കണോ? മീൻ കഴിക്കാതെ പറയാം. ഇപ്പൊ രോഗികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ ആളുകൾ വേഗം അത് സാധിപ്പിച്ചു. കാരണം ഗർഭിണികൾ എന്തെങ്കിലും കെട്ടാൻ വേഗം കൊടുക്കും. രോഗികൾ കാരണം വയ്ക്കാനായില്ല, അനുമതി കഴിക്കാനുണ്ട ഇല്ലല്ലോ. അങ്ങനെ മഹാനായ നാഫി റളിയല്ലാഹു അൻഹു മദീനയിൽ അന്ന് മീൻ കിട്ടാനില്ലാത്ത കാലം വളരെ കുറവാണ്. നാഫി റളിയല്ലാഹു അൻഹു ഇറങ്ങി മീൻ കണ്ടെത്താൻ വേണ്ടി 2-3 ദിവസം നടന്നത്. 2-3 ദിവസം ഒരു മീൻ കിട്ടാൻ വേണ്ടിട്ട് മഹാനായ നാഫി തങ്ങളുടെ ഉസ്താദാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് മീൻ കിട്ടി. അതിന് അന്നത്തെ ആ കാലത്തിനൊത്ത ആ ഒരു കറി പുതുമ, അന്നത്തെ ഒരു കൂട്ടാൻ അത് ആക്കിയിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച് കൊടുത്തു. കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് വീട്ടിൽ ഒരാൾ വാതിൽ തട്ടുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നാഫി തങ്ങളോട് പറഞ്ഞു, നാഫിയെ ആര് നോക്കുമ്പോ വാതിൽ നോക്കുമ്പോ ഒരു യാചകൻ, അയാൾ വയറ്റിൽ കൈവച്ച് പറയാൻ, കഴിക്കാതെ കുറെ ദിവസമായി, എന്തെങ്കിലും കഴിക്കാൻ തരണോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മുന്നിൽ മീൻ ഇങ്ങനെ വെച്ചിട്ട് തിന്നാൻ വേണ്ടി. അങ്ങനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നാഫി തങ്ങളോട് പറഞ്ഞു, നാഫിയെ പ്ലേറ്റ് എടുത്തിട്ട് ഇടയിൽ കൊടുക്കുന്നു. ഏത് മീനായി? 2-3 ദിവസം അധ്വാനിച്ചിട്ട് ഏടേടെ പോയിട്ട് തേടി പിടിച്ചിട്ട് കൊണ്ടുവന്ന മീന. അതിന് യാചകന്റെ കൈ കൊടുക്കാൻ വേണ്ടി മഹാനായ മുത്തബിഉസ് സുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഉമർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മഹാനായ നാഫി തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അല്ല, ഉമർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്നയാണ്. അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. മഹാനായ നാഫി റളിയല്ലാഹു അൻഹു കൈകാലം കിടക്കാൻ തുടങ്ങി. കാരണം ഇത് ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത് അത്രയിത്രല്ല, 3 ദിവസങ്ങൾ അധ്വാനിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ കൊടുത്തിട്ട് നാഫി തങ്ങൾക്ക് മനസ്സമാധാനമില്ല. ആ യാചകൻ ഭയങ്കര സന്തോഷത്തോടെ എടുത്തുകൊണ്ടുപോയി. നാഫി തങ്ങൾ റളിയല്ലാഹു അൻഹു പിന്നിലൂടെ നടന്നു. കാരണം എന്റെ ഉസ്താദിന് ഞാൻ വലിയ ആഗ്രഹത്തോടു കൂടി കൊടുത്തത് അതിന്റെ ബാക്കിലൂടെ നടന്നു. ഈ ചങ്ങായി പോയിട്ട് എന്താക്കിയോ, ഈ യാചകൻ ഇതിനെ കൊണ്ടുപോയി നേരെ ബസാറിൽ കൊണ്ടുപോയിട്ട് അതിനെ പീടിയിൽ വിറ്റു. ഇന്നില്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പണ്ടെല്ലാം അങ്ങനെയാണ്. മയ്യത്തിന്റെ കഫൻ എടുക്കൽ, ചന്തയിൽ കൊണ്ടുപോയി വിൽക്കൽ, കിട്ടുന്നതെല്ലാം വിൽക്കല. ഇന്ന് നമുക്ക് തോന്നിക്കണ്ടല്ലോ, കരി കൊണ്ടുപോയി വിൽക്കാനുണ്ട. കാരണം ഇന്ന് നമുക്ക് അത്ര നിയമത്താണ്. നമ്മുടെ നിയമത്തിന്റെ കൂടുമ്പോ ഇതെല്ലാം ഭയങ്കര. ഇന്ന് നമ്മ കമീസ് അഡ്രസ് കൊടുത്ത ആരെങ്കിലും എടുക്കുന്ന ആളുണ്ട. നമ്മ കക്കുന്ന വിട്ടു കൊടുത്താൽ എടുക്കുന്ന ആളില്ല. നിങ്ങൾ ഇട്ടതല്ലേ പുതിയത് കൊടുത്തെങ്കിലും എടുക്കുന്ന ആളില്ലാത്തൊരു കാലം. പണ്ടങ്ങനെയല്ല, അത്രയും പ്രയാസമുള്ള കാലം. എന്ത് കൊടുത്താലും അത് വാങ്ങും, അതിനെ കൊണ്ടുപോയിട്ട് ചന്തയിൽ വിൽക്കും. ചിലപ്പോ മഹാനായ നാഫി റളിയല്ലാഹു അൻഹു നേരെ പോയി ആ ചന്തയിൽ വിറ്റ ആ പീഡിയക്കാരന്റെ കയ്യിൽ നിന്നിട്ട് പൈസ കൊടുത്ത് അതിന് രണ്ടാമത് വാങ്ങിയിട്ട് നേരെ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുവന്നു. ഉമർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് രണ്ടാമത് വെച്ച്. മഹാനായ ഉമർ ഇബ്നു അബ്ദുല്ലാഹ് തങ്ങൾ ചോദിച്ചു, അല്ല നാഫിയെ, എന്താ സദഖ കൊടുത്തത് അനിയ കൊടുത്തത് തിരിച്ചെടുത്തതോ? അപ്പൊ നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല ഉസ്താദെ, ആ ചങ്ങായി തിന്നാൻ വേണ്ടി കൊണ്ടുവന്നല്ല, അത് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അത് വിറ്റപ്പോൾ അതിന് ഞാൻ രണ്ടാമത് പൈസ കൊടുത്തിട്ട് വാങ്ങിയത്. കാരണം എന്റെ ആഗ്രഹമാണ് ഉസ്താദ് അത് കഴിക്കണോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. എന്നിട്ട് നാഫി തങ്ങളെ വിളിച്ചു പറഞ്ഞു, നാഫിയെ, ഏത് പീടികയിൽ നിന്നിട്ടാണോ അത് നീ വാങ്ങിയത്, അതേ സ്ഥലത്തിലേക്ക് തന്നെ അതിനെ നീ എഴുതിക്കണം. ഇത് നീ വാങ്ങുമ്പോ കൊടുത്ത പൈസ ഉണ്ടല്ലോ, ആ പൈസ രണ്ടാമത് തിരിച്ചു വാങ്ങിക്കൂടാ. അത് ആ പീഡിയക്കാരന് തന്നെ അധിയ ചെയ്യണം. നാഫിയെ തങ്ങളെ അത്ഭുതത്തോടെ ചോദിച്ചു, ഉസ്താദ്, പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത്? മഹാനായ നാഫി തങ്ങളോട് ആ ഉമർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സന്തോഷത്തിന്റെ കരച്ചിലാണ് നാഫിയെ, സന്തോഷത്തിന്റെ കരച്ചിലാണ്. എന്തേ കാരണം അറിയോ? ഖുർആനിന്റെ ഒരു ആയത്ത് നിനക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഖുർആനിന്റെ ആയത്താണ്. ഓ നാഫിയെ, അല്ലാഹു പറഞ്ഞത് ലൻ തനാലുൽ ബിർറ, നിങ്ങൾക്ക് സ്വർഗ്ഗം വേണോ, സ്വർഗത്തിന്റെ മീൻ വേണോ, സ്വർഗത്തിന്റെ മത്സ്യം വേണോ, അത് നിനക്ക് കിട്ടണമെങ്കിൽ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്താലല്ലാതെ ആ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വർഗം നിങ്ങൾക്ക് കിട്ടൂല. ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനം
എന്റെ ജീവിതത്തിൽ ഞാനിപ്പോ ഈ അവസാന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു മീൻ കഴിക്കണമെന്നാണ്. അത് കഴിക്കാൻ വേണ്ടി അമ്മ ഒരാൾ വന്നിട്ട് എന്നോട് യാചിക്കുന്നത്, അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സാധനം ഞാൻ അധികം കൊടുത്തില്ലെങ്കിൽ എനിക്ക് 4 സ്വർഗം കിട്ടുമോ, 4ത്തെ സ്വർഗത്തിന്റെ മത്സ്യം കിട്ടുമോ? അതുകൊണ്ട് ഞാൻ സന്തോഷത്തിന്റെ കരച്ചിലാണ് കഴിയുന്നത്. എന്റെ ഇവിടത്തെ മീന് കൊടുത്തിട്ട് 4 സ്വർഗത്തിന്റെ മീന് വാങ്ങാൻ എന്നെ കൊണ്ട് പറ്റിയല്ലോ. അതുകൊണ്ട് നാഫിയെ, എനിക്ക് ഇത് 2ാമതും കഴിക്കല് എനിക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം നിഷിദ്ധമാകാൻ അത് കാരണമാകും. അതേ പീടിയിൽ കൊണ്ടുപോയി കൊടുക്കൂ, ആ പൈസ തിരിച്ചെടുക്കണ്ട. എന്നാണ് പറയുന്നത്. സ്വതക്ക കൊടുത്ത് അതിന്റെ മാധുര്യം അനുഭവിച്ചവരാണ്. സ്വതക്ക കൊടുത്തിട്ട് അതിന്റെ ഒരു രസം. അങ്ങനെ ഓരോ ഇബാദത്തുകളിലും മാധുര്യതയുണ്ട്, രക്തത്തുണ്ട്, രസമുണ്ട്. അത് ആർക്ക് കിട്ടും? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഹൃദയം തുറന്നു വെക്കുന്ന ആളുകൾ, ഹൃദയത്തിന്റെ ഒരു തുറസം കിട്ടുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ ഒരു നിഅമത്താണ്. അള്ളാഹു ആ രൂപത്തിൽ നമ്മുടെ ഇബാദത്തുകളിലും മാധുര്യം കണ്ടെത്താനുള്ള തൗഫീഖ് റബ്ബ് തആല നമുക്ക് നൽകട്ടെ. അർഹമർ റഹീമായ അല്ലാഹ്, എത്ര കാലമായി ഞങ്ങൾ നിസ്കരിക്കുന്നു. ഇന്നോരെ നിസ്കരിച്ചിട്ട് വലിയ ഒരു സന്തോഷം, അതിന്റെ പേരിൽ ഒരു രസം, അതിന്റെ ആ ഒരു ബന്ധത്തെ അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. വളച്ചോന് നിസ്കാരം കുറച്ച് നീളുമ്പോ, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഇടയിൽ കോട്ടവായ, ചൊരിച്ചല്, ഉറക്ക്, തൂക്കം, എന്തെല്ലാം റബ്ബ് ഈ പൊരുത്തപ്പെടാത്ത പലതും നിസ്കാരത്തിന്റെ ഇടയിൽ പല ചിന്താഗതികൾ, അതൊക്കെയും വരുന്നത് അതിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. യാ അല്ലാഹ്, എത്ര മഹാന്മാർ രാത്രി മുഴുവനും നിന്നെ നിസ്കരിച്ചോ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ